Next, vector calculus 12, that is application of surface integral flex 1. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സർഫസ് ഇൻ്റഗ്രലാണ് 2 വീഡിയോ എടുത്തത്. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സർഫസ് ഇൻ്റഗ്രലിൻ്റെ ആപ്ലിക്കേഷനാണ് ഫ്ലക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന്. ഓക്കെ, നമുക്ക് ഫ്ലക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. Oriented surfaces, spheres and other smooth closed surfaces in space are two-sided surfaces. നമ്മൾ സ്പിയേഴ്സിനും സ്മൂത്ത് ക്ലോസ്ഡ് സർഫസിനും 2 സൈഡ് ഉണ്ടാവും. ഒരു ഔട്ട് സൈഡും ഒരു ഇൻസൈഡും, അല്ലെങ്കിൽ 2 സൈഡ്, ഒന്ന് പോസിറ്റീവ് നെഗറ്റീവ് സൈഡ് എന്ന് വിചാരിച്ചാൽ മതി. എ സ്പിയർ ഹാസ് ആൻ ഇൻസൈഡ് ആൻഡ് ഔട്ട് സൈഡ്. ആൻ ഇൻഫിനിറ്റ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ഓൾസോ ഈസ് എ two-sided surface. It has a top side and a bottom side. ഇൻഫിനിറ്റ് സൈഡിന് സർഫസിന് ഒരു ടോപ്പ് സൈഡും ഉണ്ടാവും, ഒരു ബോട്ടം സൈഡും ഉണ്ടാവും. There are surfaces with only one side only. A well-known example of such a surface is the Mobius strip. The Mobius strip has only one side in the sense that a beck can traverse in the entire surface without crossing an edge. അതാണ് ഒരു മോബിയസ് സ്ട്രിപ്പിന് ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. നമുക്ക് സ്പിയറിനും ക്യൂബിനും അതുപോലെ ഇൻഫിനിറ്റ് പ്ലെയിനും ഒക്കെ 2 സർഫസ് ഉണ്ട്. പക്ഷെ ഒരു മോബിയസ് സ്ട്രിപ്പിന് ഒരു സർഫസ് മാത്രമേ ഉള്ളൂ. എന്താണ് മോബിയസ് സ്ട്രിപ്പ് എന്ന് നോക്കാം. ഇതൊരു സ്ട്രിപ്പാണ്. ഇതൊരു സ്ട്രിപ്പാണ്. ഈ സ്ട്രിപ്പ് നമ്മളിങ്ങനെ മടക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ 2 സൈഡും ഇങ്ങനെ വന്നു. എന്നിട്ട് ഈ ബി എന്ന് പറയുന്ന പോയിന്റ് ട്വിസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരിക. കണ്ടോ? എന്നിട്ട് ഇത് 2 കൂടെ കൂട്ടിമുട്ടിച്ച് ഒട്ടിക്കുക. അപ്പോൾ ഇവിടുന്ന് ഈ ബി താഴെയുള്ള ബിയുടെ എഡ്ജ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വന്നു. അപ്പോൾ ഒരു ട്വിസ്റ്റിങ് ഉണ്ടായിട്ടുണ്ട്, ഒരു ട്വിസ്റ്റിങ്. അങ്ങനെയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ മോബിയസ് സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഈ മോബിയസ് സ്ട്രിപ്പിന് ഒരു എഡ്ജ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ വന്നു, ഇതിന് ആ സൈഡിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പോയി എന്നിട്ട് എന്ത് ചെയ്യും? അപ്പുറത്തെ സൈഡിൽ കൂടെ വരും. അപ്പുറത്തെ സൈഡിൽ കൂടെ വന്ന് ഇങ്ങനെ വരും. ഇതിലേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഇതിലേ ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് യോജിക്കും. അപ്പം നമ്മൾ ഇവിടുന്ന് തുടങ്ങി ഇവിടെ വന്ന് തന്നെ നിന്നു. അതാണ്. അപ്പോൾ ഇതിനൊരു സൈഡേ ഉള്ളൂ. ഇത് നമ്മൾ ഇവിടുന്ന്, ഒന്നും കൂടെ ഞാൻ പറയാം, നമ്മൾ എവിടുന്നാണോ നടക്കാൻ തുടങ്ങുന്നത്, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നടക്കാൻ തുടങ്ങുകയാണെങ്കിൽ, നമ്മൾ ഇതേക്കൂടെ ഈ സ്റ്റെപ്പ് കൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ, നടക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് 2 സൈഡും സഞ്ചരിച്ച് തിരിച്ച് ഇവിടെ തന്നെ വരും. നമ്മൾ വിചാരിക്കുന്ന 2 സൈഡും സംഭവിക്കും. അതാണ്. ഇതിലെ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ ആ സൈഡിൽ കൂടെ തന്നെ ഇതാണ് പോവുക. ഇതായി പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ മറുസൈഡ് കാണാൻ വരിക. ഇതിലെ ഇങ്ങനെ വരും. ഇതിലെ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ ഇങ്ങനെ യോജിക്കും. അപ്പോൾ ഇതിന് 2, നിങ്ങൾ ആ കടലാസ് അങ്ങനെ മറക്കി നോക്കിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബെഗ് ഇവിടുന്ന് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയെന്ന് വിചാരിക്കുക. ഇങ്ങനെ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇവിടുന്ന് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനം ഇവിടെ തന്നെ വന്ന് ചേരും. പക്ഷേ അതിന് 2 പുറവും സഞ്ചരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മോബിയസ് സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഇതിന് ഒരു സർഫസ് മാത്രമേ ഉള്ളൂ. 2 സർഫസ് ഇല്ല. എ two-sided സർഫസ് ഈസ് സെഡ് ടു ബി ഓറിയന്റബിൾ. 2 സൈഡുള്ള സർഫസിനെയാണ് ഓറിയന്റബിൾ എന്ന് പറയുന്നത്. ആൻഡ് എ one-side സർഫസ് ഈസ് സെഡ് ടു ബി നോൺ ഓറിയന്റബിൾ. ഇത് നോൺ ഓറിയന്റബിൾ സർഫസ് ആണ്. എന്താണ് ഓറിയന്റബിൾ സർഫസിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. Then orientation of smooth parametric surfaces. When a surface is expressed parametrically, the parametric equation creates a natural orientation of the surface. If a smooth parametric surface, sigma is given by the vector equation. നമുക്കൊരു സർഫസ് സിഗ്മ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ സിഗ്മയുടെ വെക്ടർ ഇക്വേഷനാണിത്. R = XUVI + YUVJ + ZUVK. ഇതാണ് ഒരു സ്മൂത്ത് സർഫസ് സിഗ്മയുടെ പാരാമെട്രിക് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ (r/(u) × ക്രോസ് (r/(v) ≠ 0 ആണെങ്കിൽ
the unit normal n equal to dou r by dou u into cross dou r by dou v divided by modulus of dou r by dou u into dou r by dou v. ഇതാണ് യൂണിറ്റ് നോർമൽ. ഇതൊരു വെക്ടറാണ്, വെക്ടറിൻ യു ആൻഡ് വി. ഇതൊരു വെക്ടറിൻ യു ആൻഡ് വി ആയിരിക്കും. ഈ വെക്ടറിൻ്റെ ഡയറക്ഷനാണ് അതിൻ്റെ പോസിറ്റീവ് ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഈ വെക്ടറിൻ്റെയാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനെയാണ് നമ്മൾ നെഗറ്റീവ് ഓറിയൻറ്റേഷൻ ഓർ നെഗറ്റീവ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഈ എൻ എന്ന് പറയുന്നത് ഈസ് എ കണ്ടിന്യൂസ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് യു ആൻഡ് വി. Thus formula 1 defines an orientation of the surface. ഇതാണ് ഓറിയൻറ്റേഷൻ, ഇതാണ് പോസിറ്റീവ് ഓറിയൻറ്റേഷൻ. വി കോൾ ദിസ് ദ പോസിറ്റീവ് ഓറിയൻറ്റേഷൻ ഓഫ് ദ പാരാമെട്രിക് സർഫേസ് ആൻഡ് വി സേ ദാറ്റ് n points in the positive direction from the surface. The orientation determined by minus n point in the negative direction from the surface. അതാണ് പോസിറ്റീവ് ഓറിയൻറ്റേഷൻ. അതിൻ്റെ എന്നിൻ്റെ ഡയറക്ഷനാണ് പോസിറ്റീവ്. ഈ എന്നിൻ്റെ ഡയറക്ഷനാണ് പോസിറ്റീവ് ഡയറക്ഷൻ. ഈ എന്നിൻ്റെ ഡയറക്ഷനാണ് പോസിറ്റീവ് ഡയറക്ഷനും അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് നെഗറ്റീവ് ഡയറക്ഷൻ. ഇതൊരു വെക്ടറാണ്. ഈ എന്നൊരു വെക്ടറാണ് ഇൻ ടേംസ് ഓഫ് യു ആൻഡ് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ യു ആൻഡ് വി ആയിരിക്കും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദ സ്പിയർ ദാറ്റ് ഈസ് റെപ്രസെന്റ് പാരാമെട്രിക്കലി ബൈ ദ വെക്ടർ ഇക്വേഷൻ ആർ ഓ ഫൈ തീറ്റ ഈക്വൽ ടു, ഒരു സ്പിയറിന്റെ ഇക്വേഷൻ ആണ് ഇത്. ആർ ഓ ഫൈ തീറ്റ ഈക്വൽ ടു എ സൈൻ ഫൈ കോസ് തീറ്റ ഐ പ്ലസ് എ സൈൻ ഫൈ, ഇവിടെ സൈൻ തീറ്റ ഉണ്ട് കേട്ടോ, സൈൻ തീറ്റ ജെ, എ സൈൻ ഫൈ സൈൻ തീറ്റ ജെ പ്ലസ് എ കോസ് ഫൈ കെ. ഫൈ വേരിയസ് ഫ്രം 0 to pi and theta varies from 0 to 2 pi. The positive orientation of sphere is outward. ഈ സ്പിയറിന്റെ ഔട്ട്വേർഡ് ഡയറക്ഷൻ ആണ് പോസിറ്റീവ് ഓറിയന്റേഷൻ. ആൻഡ് ദ നെഗറ്റീവ് ഓറിയന്റേഷൻ ഈസ് ഇൻവേർഡ്. അപ്പോൾ ഒരു സ്പിയറിന്റെ പോസിറ്റീവ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്വേർഡ് ആയിരിക്കും. സ്പിയറിന്റെ നെഗറ്റീവ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ഇൻവേർഡ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്താ ഫ്ലെക്സ് എന്ന് നോക്കാം. ദാറ്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. Suppose that an oriented surface sigma immersed in an incompressible steady state fluid flow, and assume further that the surface is permeable so that the fluid can flow through it freely in either direction. അപ്പോൾ ഒരു സർഫസ് ഫ്ലൂയിഡിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഈ സർഫസിൻ്റെ മുകളിൽ കൂടെ രണ്ട് ഡയറക്ഷനിലേക്കും ഫ്ലൂയിഡിന് ഫ്ലോ ചെയ്യാം. ഇത് നെറ്റ് വോളിയം ഓഫ് ഫ്ലൂയിഡ് ഫൈ ദാറ്റ് പാസസ് ത്രൂ ദ സർഫസ് പെർ യൂണിറ്റ് ടൈം. ഒരു യൂണിറ്റ് ടൈമിൽ ആ ഇതിൽ കൂടെ സർഫസിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിന്റെ വോളിയത്തെയാണ് നമ്മൾ ഫൈ എന്ന് പറയുന്നത്. where the net volume is interpreted to mean the volume that passes through the surface in the positive direction minus the volume that passes through the surface in the negative direction ആണ്. പോസിറ്റീവ് ഡയറക്ഷനിൽ കൂടിയും നെഗറ്റീവ് ഡയറക്ഷനിലേക്കും പോകുന്ന വോളിയത്തിൻ്റെ, ഈ ലിക്വിഡിൻ്റെ വോളിയത്തിൻ്റെ ഡിഫറൻസ് ആണ്. അതാണ് മീൻ വോളിയം ദാറ്റ് പാസസ് ത്രൂ ദ, ഇതാണ് അതിൻ്റെ ഡിഫറൻസ് ആണ്. ദാറ്റ് മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് ഫ്ലക്സ് മീൻസ്, ഇതാണ് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ വേർ എഫ് എന്ന് പറയുന്നത് വേർ എഫ് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് അറ്റ് ദ പോയിന്റ് എക്സ് വൈ സെഡ് ഓൺ ദ സർഫസ് സിഗ്മ ആൻഡ് എൻ ഓഫ് എക്സ് വൈ സെഡ് ബി ദ യൂണിറ്റ് നോർമൽ ടുവേഴ്സ് ദ പോസിറ്റീവ് സൈഡ് ഓഫ് സിഗ്മ അറ്റ് ദ പോയിന്റ് എക്സ് വൈ സെഡ്. അപ്പോൾ ഈ ഫൈ എന്ന് പറയുന്നത് ഫ്ലക്സ് ആണ്, അത് നെറ്റ് വോളിയം ഓഫ് ഫ്ലൂയിഡ് ആണ്. ഇത് പോസിറ്റീവ് ഫ്ലക്സ് മീൻസ് ദാറ്റ് ഇൻ വൺ ഓഫ് ടൈം ദ ഗ്രേറ്റർ വോളിയം ഓഫ് ഫ്ലൂയിഡ് പാസ് ത്രൂ ദ surface in positive direction than in the negative flux means the greater volume that pass through surface in the negative direction than the positive direction. അതാണ് ഒരു പോസിറ്റീവ് ഫ്ലക്സ് എന്ന് പറയുന്നത്. പോസിറ്റീവ് ഡയറക്ഷനിലാണ് കൂടുതൽ വോളിയം പാസ് ചെയ്യുന്നത്. നെഗറ്റീവ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഡയറക്ഷൻ ആയിരിക്കും കൂടുതൽ വോളിയം പാസ് ചെയ്യുന്നത്. ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഫൈ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ പറയാം. വാട്ട് ഈസ് ഫൈ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മറന്നു പോകരുത്.
the net volume of fluid phi that passes through the surface per unit time. ഒരു യൂണിറ്റ് ടൈമിൽ പാസ് ചെയ്യുന്ന നെറ്റ് വോളിയമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഡയറക്ഷനിലേക്കും പോകുന്നതിന് ഡിഫറൻസ്. ഈ ഡിഫറൻസ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? പോസിറ്റീവ് ഫ്ലക്സ് എന്ന് പറയും. ഈ ഡിഫറൻസ് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഫ്ലക്സ് എന്ന് പറയും. രണ്ടും തുല്യമാണെങ്കിൽ സീറോ ഫ്ലക്സ് എന്ന് പറയും. ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഫൈയുടെ ഡെഫിനിഷൻ ആണ്. ഫൈ ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ സിഗ്മ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡോട്ട് എൻ എക്സ് വൈ സെഡ് ഡി എസ്. അപ്പോൾ ഇതാണ് എഫ് ഡോട്ട് എൻ. എഫ് ഐന്റെ വെലോസിറ്റിയാണ്. എൻ പോസിറ്റീവ് ഡയറക്ഷനുള്ള വെക്ടറാണ്. എഫ് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് അറ്റ് എക്സ് വൈ സെഡ് ഓഫ് സർഫസ് സിഗ്മ ആൻഡ് എൻ ബി ദ യൂണിറ്റ് നോർമൽ ടുവേഴ്സ് ദ പോസിറ്റീവ് സൈഡ് ഓഫ് സിഗ്മ. സിഗ്മ എന്ന് പറയുന്ന സർഫസിന്റെ പോസിറ്റീവ് ഡയറക്ഷനാണ് എൻ. അപ്പോൾ നമ്മൾ ഇതാണ് സർഫസ് എന്ന് വിചാരിക്കുക. ഇതാണ് സിഗ്മ സർഫസ് എന്ന് വയ്ക്കുക. ഫ്ലക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്പീഡ് ഓഫ് ദ ഫ്ലോ. സ്പീഡ് കൂടും തോറും ഫ്ലക്സ് കൂടും. ഇതാണ് ഇവിടെ സ്പീഡ് കൂടുതലാണ്, ഇവിടെ സ്പീഡ് കുറവാണ്. രണ്ടാമത് ഫ്ലക്സ് വേരീസ് ഇൻ അക്കോർഡൻസ് വിത്ത് ഹൗ ദ സർഫസ് ഈസ് ഓറിയന്റഡ് റിലേറ്റീവ് ദ ഫ്ലോ. ഇതുണ്ടോ, ഇവിടെ ഈ സർഫസ് 90 ഡിഗ്രിയിലാണ് ഇത് ഫ്ലോ ചെയ്യുന്നത്. ഇവിടെ ഇച്ചിരി ചെരിഞ്ഞിട്ടാണ്. അപ്പൊ ഇവിടെ ആയിരിക്കും കൂടുതൽ ഫ്ലക്സ് ഉണ്ടാകുക. ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? ഓറിയന്റേഷൻ അനുസരിച്ചാണ്. ഇത് കണ്ടോ, ഇവിടെ 90 ഡിഗ്രിയിലാണ് ഈ സർഫസിൽ കൂടെ ഈ ഫ്ലോ നടത്തുന്നത്. അപ്പൊ ഫ്ലോ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഓറിയന്റേഷൻ ആൻഡ് ഫ്ലക്സ് ഈസ് പ്രൊപ്പോർഷണൽ ഏരിയ ഓഫ് ദ സർഫസ്. ഇത് കൂടുതൽ ഏരിയയിലുണ്ട്, അതുകൊണ്ട് ഇത് കുറച്ച് ഏരിയയിലേ ഉള്ളൂ. അപ്പം ഈ ഫ്ലക്സ് എന്ന് പറയുന്ന കൂടുതൽ ഏരിയ, സിഗ്മയ്ക്ക് കൂടുതൽ ഏരിയ ഉണ്ടെങ്കിൽ കൂടുതൽ ഫ്ലക്സ് കിട്ടും. ഇതാണ് 3 കാര്യങ്ങൾ. അപ്പൊ ഫ്ലക്സ് എന്ന് പറയുന്നത് ടോട്ടൽ വോളിയം ആണ്. ടോട്ടൽ വോളിയമാണ്, നെറ്റ് വോളിയം. ഓക്കെ, എങ്ങനെയാണ് ഫ്ലക്സ് ഇവാലുവേറ്റ് ചെയ്യുന്നത് പറയാം. ഇവാലുവേറ്റിംഗ് ഫ്ലക്സ് ഇന്റഗ്രൽ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സർഫസ് ഇന്റഗ്രൽ പഠിച്ചപ്പോൾ ഈ ഫോർമുല പഠിച്ചതാ. ഡബിൾ ഇന്റഗ്രൽ സിഗ്മ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എക്സ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ആർ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇൻറ്റു മോഡുലസ് ഓഫ് ഡോ ആർ ബൈ ഡോ യു ഇൻറ്റു ഡോ ആർ ബൈ ഡോ വി ഡി എ. അപ്പൊ നമ്മളിവിടെ എഫ് ഡോട്ട് എൻ എന്ന് പറയുന്ന ഒരു സ്കെയിലറാണ്. ഇതാ എഫ് ഡോട്ട് എന്നിനെ നമ്മൾ എഫ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണ് ഫ്ലക്സിന്റെ ഫോർമുല. ഇതാണ് ഫ്ലക്സിന്റെ ഫോർമുല. ഡബിൾ ഇന്റഗ്രൽ സിഗ്മ എഫ് ഡോട്ട് എൻ, ഇതാണ് ഫ്ലക്സിന്റെ ഫോർമുല. ഈ ഫ്ലക്സിന്റെ എഫ് ഡോട്ട് എൻ എന്ന് പറയുന്നത് എന്താണ്? എഫ് ഡോട്ട് ഒരു സ്കെയിലറാണ്. എഫ് ഡോട്ട് അത് എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് എടുക്കുക. ഇതാ എഫ് ഓഫ് എക്സ് വൈ സെഡ്. ഇനി എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ തിയറം അനുസരിച്ച് സിഗ്മ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡി എസ് എന്ന് പറയുന്നത് ഡബിൾ ഇന്റഗ്രൽ ആർ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇൻറ്റു നോം ഡോ ആർ ബൈ ഡോ യു ഇൻറ്റു ഡോ ആർ ബൈ ഡി വി. അപ്പൊ ഇങ്ങനെ കിട്ടി. ഇതാണ് കിട്ടിയത്. അപ്പൊ ഫ്ലക്സ് ഈക്വൽ ടു ദിസ് എന്ന് കിട്ടി. ഇനി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ ഇതെന്ന് പറയുന്നത് എഫ് ഡോട്ട് എൻ ആണ്. എഫ് എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ എഫ് ഡോട്ട് എൻ ആണ്. അപ്പം ഇതിന് പോലെ നമ്മൾ എഫ് ഡോട്ട് എൻ എന്ന് എഴുതി. ഇത് ഇതുപോലെ തന്നെ എഴുതി. അപ്പൊ ഫ്ലക്സ് ഇങ്ങനെയായി മാറി. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ നമ്മൾ അതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുകയും ഇത് അവിടെ എഴുതുകയും ചെയ്തു. കണ്ടോ, ഇതിന് പകരം ഇതിന് ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ അതുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇത് എഴുതി. അപ്പം നെറ്റ് എന്തായി? ഇതാണ് ഫ്ലക്സ്. അപ്പൊ ഫ്ലക്സ് ഫൈ ഈക്വൽ ടു എന്താണ്? ഇവിടെ നമുക്ക് ഫ്ലക്സ് ഫൈ ഈക്വൽ ടു ഇതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ആർ എഫ് ഡോട്ട് ഡോ ആർ ബൈ ഡോ യു ക്രോസ് ഡോ ആർ ബൈ ഡോ വി ഇൻറ്റു ഡി എ. ഇതാണ് ഫ്ലക്സിന്റെ ഫോർമുല. അപ്പൊ ഇത് നമുക്കൊരു തിയറമായിട്ട് പഠിക്കാം. ആ തിയറം വെച്ചാണ് പ്രോബ്ലം ചെയ്യുന്നത്. തിയറം 1. Let a sigma be a smooth parametric surface whose vector equation is r equal to r of uv. R is a function of uv xi plus yj plus zk, where uv varies over the region r. region xy uv plane r ഉള്ളത്. ഈ uv plane, if the component function of the vector field f are continuous, capital F continuous ആണ്, അത് velocity ആണ്, continuous on sigma, and n determine the positive orientation of sigma, then flux phi equal to double integral sigma f dot n ds, that is equal to double integral r f dot dou r by dou u cross dou r by dou
വി ഇൻറ്റു ഡി എ. ഇതാണ് ഫ്ലക്സിൻ്റെ ഫോർമുല. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്ലക്സിൻ്റെ ഫോർമുല. ഇതാണ് സാധാ ഫ്ലക്സിൻ്റെ ഫോർമുല. അതിങ്ങനെയാക്കി. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതാണ്. ഓക്കെ, നമുക്ക് പ്രോബ്ലം ചെയ്യാം. നെക്സ്റ്റ് എക്സാമ്പിൾ 1. ഫൈൻഡ് ദ ഫ്ലക്സ് ഓഫ് ദ വെക്ടർ ഫീൽഡ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു സെറ്റ് കെ അക്രോസ് ദ ഔട്ട്വേർഡ് ഓറിയന്റഡ് സ്പിയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. ഔട്ട്വേർഡ് ഓറിയന്റഡ് ആണ്. അപ്പോൾ പോസിറ്റീവ് ഡയറക്ഷൻ ആണ്. അപ്പോൾ ദ സ്പിയർ വിത്ത് ഔട്ട്വേർഡ് പോസിറ്റീവ് ഓറിയന്റേഷൻ ക്യാൻ ബി റെപ്രസെന്റ് ബൈ ദ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ. സ്പിയറിന്റെ ഇക്വേഷൻ, സ്പിയറിന്റെ സ്പെറിക്കൽ ഇക്വേഷൻ ആണ്. ഇതാണ് നമ്മൾ സിലിണ്ടറിക്കലുണ്ട്, സ്പെറിക്കലുണ്ട്, റെക്ടാങ്കിളുണ്ട്. അതിൻ്റെ സ്പെറിക്കൽ ഇക്വേഷൻ, നമ്മൾ സ്പിയറിൻ്റെ സ്പെറിക്കൽ ഇക്വേഷൻ അത് ഔട്ട്വേർഡ് ഓറിയന്റഡ് ആണ്. അത് ഫൈ തീറ്റയിലാണ്. അപ്പോൾ അതിൻ്റെ എക്സ് ആക്സിസ് എന്തായിരിക്കും? സ്പിയറിൻ്റെ എക്സ് ആക്സിസ്, എ റേഡിയസ് ആയിട്ടുള്ള സ്പിയറിൻ്റെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് സ്പെറിക്കൽ കോർഡിനേറ്റ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എ സൈൻ ഫൈ കോസ് തീറ്റയാണ്. വൈ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? എ സൈൻ ഫൈ സൈൻ തീറ്റയാണ്. സെഡ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? എ കോസ് ഫൈ ആണ്. എ കോസ് ഫൈ ആണ്. അത് നിങ്ങൾ ഓർമ്മ വേണം. ഇത് കണ്ടോ, ഇവിടെ കോസ് തീറ്റ, ഇവിടെ രണ്ടും ഇവിടെ സൈൻ തീറ്റ, ഇവിടെ സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ കോസ് തീറ്റ, ഇവിടെ കോസ് തീറ്റ, ഇവിടെ സൈൻ തീറ്റ. ഇനി ഇവിടെ രണ്ട് സൈൻ ഫൈ ആയതുകൊണ്ട് ഇവിടെ കോസ് ഫൈ, ഇവിടെ തീറ്റ ഇല്ല, ഇവിടെ തീറ്റ ഇല്ല. ഇനി ഫൈ തീറ്റ പ്ലെയിൻ, ഫൈയുടെ വാല്യൂ 0 to പൈ ആണ്. ഫൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഫൈ എന്ന് പറയുന്നത് പോസിറ്റീവ് സെഡ് ആക്സ് എന്നുള്ള ആ സ്പിയറിൽ കൂടെയുള്ള സ്പിയറിന്റെ പോയിലേക്കുള്ള ആംഗിളാണ്. അത് മാക്സിമം 180 ഡിഗ്രി വരുള്ളൂ. അപ്പോൾ ഫൈ ആയിരിക്കും മാക്സിമം വരിക. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ റൗണ്ടാ. ഫൈ തീറ്റ പ്ലെയിനിലുള്ള ഒരു ഫുൾ റൗണ്ട് അത് 0 to 2 പൈ ആണ് വരുന്നത്. അപ്പോൾ ഓർമ്മ വേണം. അപ്പോൾ ഇതാണ് ഇത്. നമ്മളിത് കഴിഞ്ഞ സർഫസ് ഇൻ്റഗ്രലിൽ നമ്മളിത് ചെയ്തതുമാണ്. ഇതേ പ്രോബ്ലം തന്നെ ചെയ്തതാണ് സർഫസ് ഇൻ്റഗ്രലിൽ. അവിടെ എക്ക് പകരം 1 ആണ് എന്ന് മാത്രം. എക്ക് പകരം അവിടെ 1 ആണെന്ന് മാത്രം. ഓക്കെ, ഇനി നമ്മൾ ഡോ ആർ ബൈ ഡോ ഫൈ, ഐ ജെ കെ ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ ഐ ജെ കെ ഡോ ആർ ബൈ ഡോ ഫൈ എന്ന് പറയുന്നത് അതിൻ്റെ ഐ കമ്പൗണ്ട് എ കോസ് ഫൈ കോസ് തീറ്റ, അതിൻ്റെ ജെ കമ്പൗണ്ട് എ കോസ് ഫൈ സൈൻ തീറ്റ, അതിൻ്റെ കെ കമ്പോണന്റ് -a സൈൻ ഫൈ ആയിരിക്കും. ഇനി ഡോ ആർ ബൈ ഡോ തീറ്റ, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇത് കിട്ടും. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇത് കിട്ടും. ഇതിൻ്റെ അകത്ത് തീറ്റ ഇല്ലാത്തതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു തീറ്റ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 കിട്ടും. അതാണ്. ഇനി എന്ത് ചെയ്യും? ഇതിൻ്റെ നമ്മൾ ഡിറ്റർമിനന്റ് കാണുന്നു. അപ്പോൾ ഇത് കിട്ടും. ഇതാണ് കിട്ടുക. ദിസ് ഈസ് ഈക്വൽ ടു 1. നമ്മൾ നേരത്തെ സർഫസ് ഇൻ്റഗ്രൽ ചെയ്ത പോലെ തന്നെ. അപ്പോൾ നമ്മൾ അവിടെ ചെയ്തപ്പോൾ നമുക്കൊരു ഇവിടെ അവിടെ മൈനസ് ആയിരുന്നു കിട്ടിയത് ഈ സ്ഥാനത്ത്. അത് മൈനസ് അല്ല കേട്ടോ, പ്ലസ് ആണ്. അതും പ്ലസ് തന്നെയാണ് വേണ്ടത്. ജെ ഇതാണ്. ജെ ഇൻറ്റു ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 മൈനസ് ജെ ഇൻറ്റു ആണ്. മൈനസ് ജെ ഇൻറ്റു എന്നിട്ട് ജെ ഇൻറ്റു ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 മൈനസ് പിന്നെ ഈ 2 മൈനസും, അപ്പം 4 മൈനസ് വരും. അതുകൊണ്ടാണ് പ്ലസ് കിട്ടിയത്. ഓക്കെ, അത് ഓർമ്മ വേണം. അപ്പോൾ ഡോ ആർ ബൈ ഡോ ഫൈ ഡോ ആർ ബൈ ഡോ ഫൈ ഇൻറ്റു ഡോ ആർ ബൈ ഡോ തീറ്റ ഇതാണ് കിട്ടുക. ഇതാണ്. ഇവിടെ യുവും ബിയും എഴുതുന്നുള്ളൂ. ഇവിടെ ഫൈയും തീറ്റയുമാണ്. ഇതാണ് കിട്ടിയത്. ഇനി എഫ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ഈക്വൽ ടു സെറ്റ് കെ. അപ്പോൾ എഫ് ഇതിനെ നമ്മൾ എഫ് എന്ന് പറയുന്നത് സെറ്റ് കെ ആണ്. അതിൻ്റെ അകത്ത് എക്സും വൈയും കമ്പോണന്റ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടും ഡോട്ട് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ 0i പ്ലസ് 0j പ്ലസ് ഇവിടെ എന്താ സെറ്റ് കെ ആണ്. സെറ്റ് കെ. അപ്പം ഇതാണ് ഇത് എഫ്, ഇത് ഡോ ആർ ബൈ ഡോ യു ഇൻറ്റു ഡോ ആർ ബൈ ഡോ ബി. അപ്പോൾ അല്ലെങ്കിൽ ഡോ ആർ ബൈ ഡോ ഫൈ ഇൻറ്റു ഡോ ആർ ബൈ ഡോ. ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഇതുകൊണ്ട് 0 കിട്ടി, ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 കിട്ടി. പിന്നെ ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സെഡ്
സെഡ് എ സ്ക്വയർ സൈൻ ഫൈ കോസ് ഫൈ ആണ്. അത് ഓർമ്മ വേണം. അതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി സെഡിന് പകരം നമ്മൾ എന്തെഴുതും? സെഡിന് പകരം നമുക്ക് സെഡ് തന്നിട്ടുണ്ട്. സെഡിന് പകരം നമ്മൾ ഇതാണ് എഴുതുക. ഇതാ സെഡിന് പകരം സെഡ് ആക്സ് ഇതാണ് സെഡ് എ കോസ് ഫൈ. അപ്പോൾ എ കോസ് ഫൈ. അപ്പോൾ ഈ എ കൊണ്ട് എ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ എ ക്യൂബ്. ഈ സൈൻ ഫൈ ഇവിടെ എഴുതി. ഈ കോസ് ഫൈ ഇൻറ്റു കോസ് ഫൈ കോസ് സ്ക്വയർ ഫൈ. അതാണ് എഫ് ഡോട്ട് ഡോ ആർ ബൈ ഡോ യു ഇൻ ക്രോസ് ഡോ ആർ ബൈ ഡോ വി, അല്ലെങ്കിൽ ഡോ ആർ ബൈ ഡോ ഫൈ ഇൻറ്റു ഡോ ആർ ബൈ ഡോ തീറ്റ. ഓക്കെ, ഇനി ഇത് കാണണം. ഇതാണ് ഫൈയുടെ ഫ്ലെക്സിൻ്റെ ഫോർമുല. ഇതാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ്. അപ്പോൾ നമ്മളിവിടെ നമ്മൾ ഇതെടുത്തു. ഈ വാല്യൂ എന്താ കിട്ടിയത്? ഈ വാല്യൂ നമുക്ക് എ കോസ് ക്യൂ സൈൻ ഫൈ കോസ് സ്ക്വയർ ഫൈ. അതാണ് എ ക്യൂബ് സൈൻ ഫൈ കോസ് സ്ക്വയർ ഫൈ. ഇതാണ് കിട്ടിയത്. ദെൻ ഇവിടെ ആർ എന്ന് പറയുന്നത് ഫൈവ് വേരിയസ് ഫ്രം ഇതാ ഈ ഫൈവ് വേരിയസ് ഫ്രം ഇത് 0 to പൈ ആണ് കേട്ടോ. 5 വേരിയസ് ഫ്രം 0 to പൈ. 5 വേരിയസ് ഫ്രം 0 to പൈ. തീറ്റ വേരിയസ് ഫ്രം 0 to 2 പൈ ആണ്. 0 to 2 പൈ അതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്ത് എക്സ് ഈക്വൽ ടു കോസ് ഫൈ എന്ന് എടുക്കുക. എക്സ് ഈക്വൽ ടു കോസ് ഫൈ എന്ന് എടുക്കുക. അപ്പം ഡി എക്സ് എന്തായിരിക്കും? ഡി എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ ഫൈ ഡി ഫൈ ആയിരിക്കും. അപ്പം സൈൻ ഫൈ ഡി ഫൈ എന്ന് പറയുന്നതിന് എന്ത് പറയും? സൈൻ ഫൈ ഡി ഫൈ ഈക്വൽ ടു മൈനസ് ഡി എക്സ്. അപ്പോൾ ഇതെന്തായി? ഈ സൈൻ ഫൈ ഡി ഫൈ എന്നുള്ളത് മൈനസ് ഡി എക്സ് ആയി. ഈ കോസ് സ്ക്വയർ എന്നത് അപ്പോൾ നമുക്ക് എന്തായി? മൈനസ് ഈ കോസ് സ്ക്വയർ ഫൈ എന്നുള്ളത് എക്സ് കോസ് ഫൈ ആണ്. കോസ് സ്ക്വയർ ഫൈ എന്നുള്ളത് മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്നാവും. അപ്പോൾ മൈനസ് എക്സ് സ്ക്വയറിനെ ഡി എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? മൈനസ് എക്സ് ക്യൂബ് ബൈ ത്രീ. അതാണ് ഇവിടെ ഇരിക്കുന്നത്. മൈനസ് എക്സ് എന്നിട്ട് എക്സിനെ മാറ്റുക. എക്സ് ഈക്വൽ ടു കോസ് ഫൈ മൈനസ് എക്സ് ക്യൂബ് ആണ്. അപ്പോൾ എക്സ് ക്യൂബ് എന്ന് പറയുന്നത് കോസ് ക്യൂ ഫൈ. അങ്ങനെ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ലോവർ ലിമിറ്റ് 0 കൊടുത്തു, അപ്പർ ലിമിറ്റ് പൈ കൊടുത്തു. ഈ എ ക്യൂബ് ടേക്കിംഗ് ഔട്ട് സൈഡ്. അപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഡി തീറ്റയാണ്. ഡി തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തീറ്റ കിട്ടും. അപ്പർ ലിമിറ്റ് 2 പൈ. അപ്പോൾ ആൻസർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫ്ലെക്സ് ഫൈ ഈക്വൽ ടു 4 പൈ എ ക്യൂ ബൈ 3. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. ഫ്ലെക്സ് ഫൈ ഈക്വൽ ടു 4 പൈ എ ക്യൂ ബൈ 3. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ ഫ്ലെക്സ് കാണുമ്പോൾ ഇവിടെ സ്ഫിയറിൻ്റെ ഇക്വേഷൻ സ്പെറിക്കലിലേക്ക് വന്നു. എക്സും വൈയും സെഡും. ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറയുന്നത് എ റേഡിയസ് ആയിട്ടുള്ളൊരു സ്പിയറാണ്. ആ സ്പിയറിൻ്റെയാണ് ഫ്ലെക്സ് കാണേണ്ടത്. ആ സ്പിയറിൻ്റെ ഫ്ലെക്സ്. അപ്പോൾ അതിന് എഫ് തന്നിട്ടുണ്ട്. വെലോസിറ്റി സെഡ് കെ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വോളിയം പെർ യൂണിറ്റ് ആണ് കാണേണ്ടത്. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് എത്രയാണ് കിട്ടിയത്? 4/3 പൈ എ ക്യൂബാണ്. 4/3 പൈ എ ക്യൂബാണ്. ഓക്കെ.